ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ വരെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് നോക്കി, പിന്നെ സിംഗിൾ ക്രോഷേ നോക്കി. ഇനി നോക്കാൻ പോകുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോട്ട് ആദ്യം ഇടണം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, നമ്മളിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ആദ്യം ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആദ്യത്തെ 2 സ്റ്റിച്ചില്ലേ, ആദ്യത്തെ 2 വി, ഈ 2 വി നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് 3rd വിയിലാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിംഗിൾ ക്രോഷയ്ക്കകത്ത് നമ്മൾ ഫസ്റ്റ് വി ഇഗ്നോർ ചെയ്യുന്നു. ഹാഫ് ഡബിൾ ക്രോഷയ്ക്കകത്ത് നമ്മൾ ഈ 2 വി, അതായത് ഈ 2 ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഈ 3rd സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹാഫ് ഡബിൾ ക്രോഷയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയാൻ നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു യാൺ ഓവർ ഇതിനാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. ആദ്യം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് 2 വി ഇഗ്നോർ ചെയ്യുക. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് 2 വി ഇഗ്നോർ ചെയ്തിട്ട് 3rd വിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ദെൻ പുൾ ഓവർ, ദെൻ എഗെയിൻ യാൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ 3 സ്റ്റിച്ചിലൂടെ പുൾ ചെയ്യുക. ഓക്കെ, ഇതാണ് ഹാഫ് ഡി സി അല്ലെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷേ. ഹാഫ് ഡി സിക്ക് വേണ്ടി ആദ്യം യാൺ ഓവർ ചെയ്യുക, പിന്നെ ഇൻസേർട്ട് ചെയ്യുക, പുൾ ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, 3 സ്റ്റിച്ചിൻ്റെ കൂടെ എടുക്കുക. സോ യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് പുൾ ഓവർ കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ 3 സ്റ്റിച്ച് കാണും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാഫ് ഡി സിക്കകത്ത് നമ്മൾ 2 വട്ടം യാൺ ഓവർ ചെയ്യും. യാൺ ഓവർ ഫസ്റ്റ്, ഇൻസേർട്ട്, പുൾ ത്രൂ ദ ലൂപ്പ്, യാൺ ഓവർ, ഇൻസേർട്ട്. നമുക്കിങ്ങനെ ഈ ലൂപ്പിൽ കൂടെ പുഷ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഓരോ സ്റ്റിച്ചായിട്ട് പുഷ് ചെയ്യാം. ഓക്കെ, യാൺ ഓവർ, ഇൻസേർട്ട്, പുൾ ത്രൂ, യാൺ ഓവർ, 1 2 3. Okay, so yarn over, insert, put through, yarn over, 1 2 3. Okay,
നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. കാണാമോ? ഇതാണ് നമ്മുടെ ലാസ്റ്റ് വി. ഓവർ ത്രൂ ഓക്കെ. വിസിബിൾ അല്ലേ? കാണാൻ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്ത്, നമ്മൾ ആദ്യം 11 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 9 ഡബിൾ ക്രോഷ്യ കാണും. കാരണം നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്തു. അപ്പം 11 - 2 9. ഓക്കെ. അപ്പം നോക്കാം. 1 2 3 4 5 6 7 8 9. ഓക്കെ. സി 1 2 3 4 5 6 7 8 9. അതായത് നമ്മൾ ഈ 2 ചെയിൻ ചെയ്തത് ഒരു ഡി സി ആയിട്ടാണ് വരുന്നത്. ഒരു ഹാഫ് ഡി സി ആയിട്ടാണ് വരുന്നത്. കണ്ടില്ലേ? 1 2 3 4 5 6 7 8 9. നമ്മളിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ചെയിൻ എടുക്കുക, ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ടൈറ്റ് ആയിരുന്നോളും. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈ ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്ക് തന്നെ നമ്മൾ ഹാഫ് ട്രബിൾ ക്രോഷ്യ എന്നും പറയാറുണ്ട്. അത് ഡിഫറെൻറ്റ് ടെർമിനോളജീസ് ലൈക്ക് US and UK ടെർമിനോളജി. കണ്ടില്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ ബൈ.